അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഖനാഅത്തുള്ള ആളായിരുന്നു. അഥവാ അല്ലാഹു തആല നൽകിയതുകൊണ്ട് ചെറിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളായിരുന്നു. അവിടുന്ന് ഒരിക്കലും വലിയൊരു അടിപൊളി ജീവിതം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ വീടാണെങ്കിലും വസ്ത്രമാണെങ്കിലും മറ്റേത് കാര്യങ്ങളാണെങ്കിലും വളരെ ലളിതമായ വളരെ അധികം ചെറിയ രൂപത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് ഹദീസുകൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മഹാന്മാരാകുന്ന താബിഈകളാകുന്ന മഹത്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്, അതിൻ്റെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ നേരിട്ട് കണ്ട അനുഭവം നമ്മോട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ദാവൂദ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തബഖാത്തിലും ഇമാം അബൂ നുഐം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഹില്ലത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനെ സംബന്ധിച്ച് ദാവൂദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, റഅയ്തു ഹുജറാത്ത് അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജരീദുൻ നഖ്ലി അലൈഹി തീനുൻ. ഞാൻ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകൾ കണ്ടു. അതിൻ്റെ ഓരോ റൂമുകളും അത് നിർമ്മിച്ചത് എങ്ങനെയാണ്? ഈന്തപ്പനയുടെ മട്ടൽ കൊണ്ടാണ് റൂമുകൾ തിരിച്ചിട്ടുള്ളത്. ആ ഈന്തപ്പന മട്ടലിൻ്റെ മുകളിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റഅയ്തു ബൈത ആയിഷ റളിയല്ലാഹു തആല അൻഹ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട് ഞാൻ കണ്ടു. ബൈതൻ മിൻ ലബനിൻ ലഹു ഹിജാബുൻ മിൻ ശഅർ. അതേ, അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടാണ്. അതിൻ്റെ വാതിലാണെങ്കിലോ അത് രോമം കൊണ്ട് ഒരു പ്രത്യേകമായ നിലക്ക് ഒരു കർട്ടനുണ്ടാക്കിയിട്ട് വാതിലിന് പകരം അത് തൂക്കിയിട്ടിട്ടുണ്ട്. വറഅയ്തു മറാഫിഖഹ മത്വിയത്തുൻ അലാ സഖഫിഹ. അതേ, അതിൻ്റെ മേൽക്കൂരയിൽ തലയിണകൾ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അഥവാ അതിന് മാത്രം ചെറിയ റൂമുകളായിരുന്നു. ഒരു തലയിണ പോലും എടുത്തു വെക്കാൻ പറ്റിയ സൗകര്യമുള്ള റൂമുകളായിരുന്നില്ല. മറ്റു പല ഹദീസുകളിലും വന്നിട്ടുണ്ടല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലയുടെ കാലിങ്ങനെ തട്ടും. എന്തിന്? കാലൊന്ന് മടക്കി വെക്കാൻ, സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മാത്രം ചെറിയ റൂമായിരുന്നു. കാല് നിവർത്തി ഒരാൾ കടന്നാൽ പിന്നീട് നിസ്കരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ വളരെ ചെറിയ റൂമുകളായിരുന്നു മുത്തുനബിയുടെ വീടുകൾ. അതുപോലെ തന്നെ മറ്റു ഭാര്യമാരുടെ വീടിനെ സംബന്ധിച്ചൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അർബഉ ബുയൂത്തുൻ മിൻ ലബനിൻ. മുത്തുനബി തങ്ങളുടെ 9 ഭാര്യമാരിൽ 4 ഭാര്യമാരുടെ വീടുകൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ വീടുകളായിരുന്നു. ലഹാ ഹുജുറുൻ മിൻ ജരീദിൻ മത്വീനിൻ. അതേ, അതിൻ്റെ റൂമുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈന്തപ്പനയുടെ മട്ടലുകളെ കൊണ്ട് റൂമുകളാക്കി തിരിച്ച് അതിൽ മണ്ണ് പൂശിയ രൂപത്തിലായിരുന്നു. വഹംസത്തു ബുയൂത്തിൻ മിൻ ജരീദിൻ മതീനിൻ ലൈസ ലഹാ ഹുജുറുൻ. അതിൽ 5 വീടുകൾ തീരെ റൂമുകളില്ല, ഒരു ഹാള് മാത്രം, ചെറിയൊരു ഹാള് മാത്രം. അതിനും അത് വെറും ഈന്തപ്പന മട്ടൽ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട വീടുകളായിരുന്നു, മേൽക്കൂര പോലുമില്ലാത്ത. അതിൻ്റെ വാതിലുകളാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മൃഗത്തിൻ്റെ അതിൻ്റെയൊക്കെ തൊലി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ രോമം കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു കർട്ടൻ, ഈ രൂപത്തിലൊക്കെ ആയിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. യൽമസു സഖഫ ബിൽ യദി. അതിനുള്ളിൽ കയറിയിട്ട് കൈന്നുയർത്തിയാൽ മേൽക്കൂര തട്ടും. അതിന് മാത്രം അത്ര ഐറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ രൂപത്തിലുള്ള ചെറിയ വീടുകളായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോടൊന്ന് ജീവിച്ച വീടുകളെന്ന് ഇത്തരം ഹദീസുകൾ നമ്മോട് പറയുന്നുണ്ട്. അതിന് മാത്രം ലളിത ജീവിതം നയിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളതുകൊണ്ട്, റബ്ബ് നൽകിയതുകൊണ്ട് അതിലൊരിക്കലും ഒരു വേവലാതിയും അവലാതിയും പറയാതെ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ടൊരു ജീവിതമായിരുന്നു മുത്തുനബി തങ്ങൾക്കുണ്ടായിരുന്നത്. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ അവിടത്തേക്ക് കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു നിലക്ക് പല നിലക്ക് പ്രയാസങ്ങൾ വന്നപ്പോഴും ഒരു പരാതി ഒരു പരിഭവവും പറയാതെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഇത്തരം ഹദീസുകൾ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.